ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വാഴ കുലച്ച് വാഴയെല്ലാം വെട്ടി ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വാഴ തണ്ടും പോളയൊക്കെ ഉണ്ടല്ലോ, ഉണ്ണിപ്പിണ്ടി എടുത്തു കറി വയ്ക്കാനായിട്ടും ഫ്രണ്ട്സിന് കൊടുക്കാനൊക്കെ ആയിട്ട്. അതിന് ശേഷം വന്ന വാഴയുടെ പോളകളും തണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് നുറുക്കി വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇതിന് ഒരു 10 ദിവസമായി. ഇതും ഞാൻ ചെടികൾക്ക് ഒഴിക്കാറുണ്ട്. നമ്മൾ പഴം തിന്നതിന് ശേഷം പഴത്തിൻ്റെ തൊലി കളക്ട് ചെയ്തിട്ട് വളമാക്കി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് വാഴയുടെ തണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുതിർത്തിയിട്ട് വളമായിട്ട് ഉപയോഗിച്ചുകൂടാന്ന് ആദ്യത്തെ പരീക്ഷണമാണത്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും എനിക്ക് ചെടികൾക്ക് ഒഴിക്കണം. അപ്പോൾ ഇതൊരു 10 ദിവസമായതുകൊണ്ട് നന്നായി കുതിർന്ന് ചീഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഒഴിച്ചു നോക്കട്ടെ. അപ്പോൾ അങ്ങനെ കേട്ടോ, അങ്ങനെ 2 തരം വളമാണ് ഉണ്ടാക്കിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വാഴ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കളയണ്ട, ഇതുമാതിരി ഉണ്ടാക്കി നോക്കട്ടെ. റിസൾട്ട് എന്താണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. ബായ്.